വാങ്ങിക്കണേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. വീഡിയോ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതൊന്നാമത്തെ കാര്യം. കാരണം വാലിന് തീ പിടിച്ച കണക്ക് നിൽക്കുകയായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാണ് ഞങ്ങളൊരു വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഉറക്കം എണീറ്റപ്പോൾ മുതൽ തിരക്കിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ഞാൻ ഓട്ടമായിരുന്നു. പിന്നെ ഇപ്പം ഒരു വർക്കിന് പോകണം, അതപ്പോൾ ദൂരെയാണ്, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് തീർത്ത് പലയിടങ്ങളിലായിട്ട് ഓടി അങ്ങനെ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയപ്പം സ്റ്റാൻഡിലെത്തിയപ്പോൾ 1-2 കാര്യങ്ങൾ മറന്നു. പിന്നെ ആട്ടോ പിടിച്ച് വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മൈൻഡിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഓടിയെത്തും കേട്ടോ. അങ്ങനെ നമുക്ക് പത്തനംതിട്ടയിലാണ് വർക്ക്. വെളുപ്പിന് 4 മണിക്കാണ് വർക്ക്. സാധാരണ ഞാനും ധന്യയും കൂടെയാണ് പോകുന്നത്. കണ്ണണ്ണനും കൂടെ കാണും, ഡ്രൈവർ സീറ്റിൽ കണ്ണണ്ണൻ കാണും. അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല, കാറിലങ്ങ് പോയാൽ മതി. യഥാർത്ഥത്തിൽ നമുക്കൊരു 2 മണിക്ക്, വെളുപ്പിന് 2 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ധന്യയ്ക്ക് ഷോപ്പിൽ വേറെ വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അനിയത്തിയും കൂടെ വിളിച്ചുകൊണ്ടാണ് പോയത്. അനിയത്തിയാണ് ഇതിന് മുമ്പ്, നിങ്ങൾക്ക് അറിയായിരിക്കും, അവളാണ് എൻ്റെ കൂടെ ആദ്യം ഈ യൂട്യൂബ് തുടങ്ങാനാണെങ്കിലും എൻ്റെ കൂടെ വർക്കിനാണെങ്കിലൊക്കെ അവൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ബ്യൂട്ടീഷ്യൻ പഠിച്ച ആളാണ് കേട്ടോ. പൊന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ സീനില്ല. ഇതിപ്പോൾ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയേന്. ഇത്രയും ലോങ് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഇച്ചിരി പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെയും കൂടെ തൂക്കിയത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ, 10 ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പന്തളത്തെത്തി. പന്തളത്താണ് നമുക്ക് വർക്കുള്ളത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് പന്തളത്ത് ആ ജംഗ്ഷനിലിരിക്കുന്ന ഒരു ഹോട്ടലാണ്. എനിക്ക് പേര് ആര്യാസം അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ, അറിയത്തില്ല. ആര്യാസം തന്നെയാണെന്നാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൂരിയും മസാലക്കറിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അയ്യപ്പൻ്റെ നാടല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കാരണം അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഈ പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഫുഡല്ലേ അവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇനി പന്തളത്ത് നിന്ന് നമുക്കൊരു 5 കിലോമീറ്റർ അകത്തോട്ട് പോകണം. യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ബസ്സിലാണ് പോകാനുള്ളത്. പക്ഷേ 8 മണി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് ഇല്ലയെന്ന് ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ആട്ടോ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഒരു 9:53 ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അനിയത്തിയുടെ ഫോണാണ്. അനിയത്തിയുടെ വാൾപേപ്പറായിട്ട് കിടക്കുന്നത് അവളെ ചെക്കൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 10:15, 10:30 ആയപ്പോഴത്തേക്കും ഈ പറയുന്ന സ്ഥലത്തെത്തി. കല്യാണപ്പെണ്ണിൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ഇത് കല്യാണപ്പെണ്ണിൻ്റെ കുടുംബ വീടാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് മേക്കപ്പ് എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഗ്രാമപ്രദേശമാണ്. നമ്മൾ വാട്ടയിൽ വരുന്ന വഴി നമ്മൾ പിറകെ 3 പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല, പട്ടികൾ ഓട്ടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര കടിച്ചത് തന്നെ. ഓടുന്ന ഓട്ടയാണെങ്കിൽ കൂടി നമ്മൾ അതിനകത്തിരുന്ന് പേടിച്ചെന്ന് വേണം പറയാൻ. കാരണം ഇവറ്റുകൾ കടിച്ച് പറിച്ചെടുത്തേനെ. ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഡ്രൈവർ ചേട്ടൻ നല്ല സ്പീഡിനാണ്, തമ്പിയെന്നോ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. ഡ്രൈവർ ചേട്ടൻ നല്ല സ്പീഡിനൊക്കെയാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ തീർന്നേനെ. ഇതാണ് നമ്മൾ പിറ്റേ ദിവസം ഒരുക്കാനുള്ള ആൾ കേട്ടോ. അപ്പം ആദ്യം ഈ മോളുടെ റിസപ്ഷൻ ലുക്കാണ് എനിക്ക് വന്നത്, എൻക്വയറി വന്നത്. പിന്നീടാണ് ബ്രൈഡൽ ഡേയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഇതൊരു പെട്ടെന്ന് വന്നൊരു വർക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ഡേയുടെ മേക്കപ്പ് വേറൊരാളാണ് ചെയ്തത്. പക്ഷേ ആൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഇങ്ങോട്ടുള്ള എന്തൊക്കെയോ ഇത് കാരണമാണ് ആ കുട്ടി അവരിൽ മേക്കപ്പ് കൊടുക്കാതെ ഞങ്ങൾക്ക് തന്നെ മേക്കപ്പ് തന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആണ് ചേച്ചിയുടെ അടുത്ത്, അപ്പോൾ ഫ്രണ്ട്ലി ആയി ചേച്ചി സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വർക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവരെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ബുക്സും കാര്യങ്ങളും ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ റൂം. പക്ഷേ സത്യത്തിൽ അത് അവിടുത്തെ മാമൻ്റെ റൂമായിരുന്നു. മാമൻ PSCയിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ റിട്ടയർഡായി. പക്ഷേ ഒരുപാട് നോളേജുള്ള ഒരാളാണ് കേട്ടോ. ആളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. 3:55 ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. കാരണം എനിക്ക് ഒരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോടില്ല, എനിക്ക് അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് എണീറ്റത്. അയ്യോ, ഞാൻ ബ്രൈഡിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആര്യ എന്നാണ് കുട്ടിയുടെ പേര് കേട്ടോ. മെയിനായിട്ട് ആര്യ പറഞ്ഞിരുന്നത്, ചേച്ചി എന്നെ വെളുപ്പിക്കാനൊന്നും നിൽക്കണ്ട. വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലെങ്കിലും വെളുപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തെ ഇങ്ങനത്തെ സ്കിൻ ടോൺ നമ്മൾ വെളുപ്പിക്കാൻ പാടില്ല. സ്കിൻ ടോൺ എങ്ങനെയാണോ അതിന് ചേരുന്നുള്ള മേക്കപ്പ് കൊടുക്കണം. നമ്മൾ ചെയ്ത് പകുതിയായപ്പോഴത്തേക്ക് കറണ്ട് പോയി പിള്ളേരെ.
ഭയങ്കര ടെൻഷനായിരുന്നു. യഥാർത്ഥത്തിൽ തലേ ദിവസമേ ഇങ്ങനൊരു ഡൗട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സീനാവുമെന്ന്. അപ്പം നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കുഴപ്പമില്ല, അങ്ങനെ കറണ്ട് പോകത്തില്ലേയിരിക്കുമെന്ന്. പക്ഷെ ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മളെ ടെൻഷൻ അടിപ്പിച്ചതേ ഉള്ളൂ. അതിനിടയ്ക്ക് കറണ്ട് വന്നു. അപ്പോഴാണ് സമാധാനമായത് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനായി. കാരണം ഹെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഈ പറയുന്ന ആര്യയിൽ ഹെയർ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫേസിലൊന്നും ഓവറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയും പോലെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഹെയർ മാത്രമാണ്. അപ്പോൾ ഹെയർ എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലേവർ പറഞ്ഞിരുന്നത് ജിപ്സവും നമ്മൾ റോസ് പെറ്റലും വെച്ച് മിക്സ് ചെയ്ത് ചെയ്യണേ എന്നാണ് പറഞ്ഞിരുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ആര്യയുടെ ഭാഗത്തു നിന്ന് എനിക്കത് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ ആ ഒരു കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു എൻഡിൽ ഇച്ചിരി മുല്ലപ്പൂം കൂടെ കൊടുക്കാമെന്ന്. അതിപ്പോൾ കൊടുത്തിട്ടില്ല, ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആര്യ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് എൻ്റെ അടുത്ത് എപ്പോഴും ചാറ്റ് ചെയ്താൽ. സേവ് ദ ഡേറ്റിനും ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. അതൊരുപാടൊന്നും ഞങ്ങൾ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നേ ഞാൻ സ്കിൻ ടോൺ കണ്ടത് കൊണ്ട് ഞാനും പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ആര്യ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള വീട്ടുകാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരുടെ. പിന്നെ പോരാത്തതിന് ആര്യയുടെ ഫാമിലി എന്ന് പറയാൻ നമ്മളോട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ രാവിലെ മുതൽ എന്ത് വേണം മക്കളെ, എന്തെങ്കിലും നമ്മൾ ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെ എല്ലാ അമ്മമാരും മാമന്മാരും ഒക്കെ നമ്മുടെ വലിയ കാര്യമായിരുന്നു. ചിലയിടങ്ങളിൽ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണമെന്ന് പോലും ചോദിക്കാറില്ല. അത് ഒരുപാട് ഇടങ്ങളിലല്ല, ചിലയിടങ്ങളിൽ. അപ്പം നമ്മളും അതങ്ങ് നിൽക്കാറില്ല. നമ്മളതിൽ ഒരു ബോട്ടിൽ വെള്ളം കാണും, അത് വേറെ കാര്യം. എന്നിരുന്നാലും അവർ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മോട് സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സത്യത്തിൽ നമുക്കന്ന് വെളുപ്പിനെ വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലായതുകൊണ്ടാണ് തലേ ദിവസം വന്നത്. പിന്നെ ധന്യയ്ക്ക് വർക്ക് ഉള്ളത് കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. 2 മണിക്കൊക്കെ വെളുപ്പിന് 2 മണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബസ്സിൽ വരുന്നത് കൊണ്ടാണ് ഇത്രയും തലേ ദിവസമേ നമ്മൾ വന്നത്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ മേക്കപ്പ് ചെല്ലുന്ന സമയത്ത് ഈ പറയും പോലെ ഇപ്പോൾ റിസപ്ഷൻ വർക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുടേത് കുറച്ച് പേരെങ്കിലും പറ്റിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ബ്രൈഡ്സ് പറ്റിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഈ പറയും പോലെ ഈ കുട്ടിയുടെ ഒരു അനുഭവം വെച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും എൻഗേജ്മെൻറ്റിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ ആ കൊച്ചിനെ മനസ്സിന് നല്ല രീതിയിൽ വിഷമമായെന്ന് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല കേട്ടോ. നമ്മൾ ആ ഒരു തൊഴിലിനോട് നീതി പുലർത്തിയാലേ നമുക്ക് ഈ പറയും പോലെ ആ തൊഴിലുകൊണ്ട് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ചതിക്കാനും അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ തൊഴിലുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാവത്തില്ല. നമ്മൾ വളരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. പണം എന്ന് മോഹിച്ച് മാത്രം നമ്മളൊരു വർക്ക് എടുക്കാതിരിക്കുക എന്നാണ് എൻ്റെ പോളിസി. ഇപ്പം ഈ ഒരു ചെയ്യുന്നതാണെങ്കിൽ എല്ലാം നമ്മൾ ആ കുട്ടിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഭയങ്കര വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമ്മൾ ആ രീതിയിലൊന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് എനിക്കാണെങ്കിലും തന്നെയെങ്കിലും നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു നഷ്ടമില്ലാതെ പോവുക, അത്ര മാത്രമേ ഞാനും തന്നെയും വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആര്യയുടെ കല്യാണം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ നമ്മളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മൾ പറഞ്ഞില്ല, എനിക്ക് തിരിച്ചിനി ഷോപ്പിൽ പോകണം. ഈ പറയും പോലെ അനിയത്തിക്ക് വീട്ടിലോട്ടും പോകണം. അപ്പോൾ കല്യാണമായി അവൾക്ക് അതിൻ്റെ ഓട്ടവും കാര്യങ്ങളും, അതിനിടയിലാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇല്ലാടാ, നിൽക്കുന്നില്ല, ഇനിയിപ്പം ഇതിങ്ങനെയൊക്കെ അങ്ങ് നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കാപ്പി കുടിച്ചിട്ടും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആര്യയുടെ സിസ്റ്ററിനും കൂടെ ചെറിയ രീതിയിൽ സാരി ഡ്രേപ്പിങ്ങും ഈ പറയും പോലെ ഹെയർ സ്റ്റൈലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാപ്പി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെളുപ്പിനെ എണീറ്റതാണ്. അപ്പോൾ ചായയും ഈ പറയും പോലെ വെള്ളമൊക്കെ കിട്ടിയിരുന്നെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ക്ഷീണിതനായി തുടങ്ങി കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പൊന്നു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വീക്കാണ് പൊന്നുൻ്റെ ബോഡി.
ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കും, പക്ഷേ പൊന്നൂന് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിച്ച് ഉപ്പാവായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഉപ്പാവായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ ഇടുമെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ അതൊന്നുമില്ല. തുറായിരിക്കും, അതായത് എങ്ങനെ പറയാമെന്നറിയില്ല, നല്ല രീതിയിൽ വിട്ട് വിട്ട് നിൽക്കും മാവ്. ആര്യ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പിറകെ പോയി എനിക്കും കൂടെ വല്ലതും കിട്ടുമോ അറിയാൻ വേണ്ടി ഫോട്ടോസ് അങ്ങനെ. എനിക്ക് ഈ പറയും പോലെ ടൈം എടുത്ത് വീഡിയോസൊക്കെ എടുത്താലേ എനിക്ക് ശരിയാവത്തുള്ളൂ. ഇതിപ്പോൾ കല്യാണ പെണ്ണിൻ്റെ, അതായത് ആര്യയുടെ വീടാണ്. ആര്യയുടെ കുടുംബ വീട്ടിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യയുടെ കുടുംബ വീട്ടിലാണ് ഞാൻ നിന്നത്, ഞാനും പൊന്നും നിന്നത്. ഇതിപ്പോൾ ആര്യയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് എടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര നാണവന്മാരൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ശീലമായി, മൊബൈലും കൊണ്ട് എല്ലായിടവും കയറി എനിക്കിതിപ്പോൾ ശീലമായി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്ക് ആര്യ ഒരുക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ടൈം കിട്ടിയില്ല, കാരണം ആര്യയുടെ സിസ്റ്റർ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഞാനത് നോക്കിയാണ് അങ്ങോട്ട് പോണത്. തോടും ഈ പറയും പോലെ വയലും ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. പിന്നെ പോരാത്തിന് നല്ല തണുപ്പും അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞാൽ മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ റൂം ചാത്തനാടിയ കളങ്ങളൊക്കെ ആയിപ്പോവും. പിന്നെ അവർക്ക് ഇച്ചിരി പണികളൊക്കെ കാണും കേട്ടോ. എന്തായാലും നമ്മളെ സാധനങ്ങൾ, പിന്നെ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായോ എന്ന് പേടിയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും നോക്കി എടുത്ത് ഇതായി ഇറങ്ങി. നമ്മൾ തലേ ദിവസം വന്ന ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തോടും വയലൊക്കെ ഉണ്ടെന്ന്. ഇവിടെയാണ് അത്. പന്തളം കൊട്ടാരമൊക്കെ ഇവിടുന്ന് അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയും. ഞാൻ പറയും നിൽക്കുന്നില്ല, കാരണം ഇനി സലൂണിൽ നമ്മളാ പാർലറിൽ വർക്കുണ്ട്, അപ്പോയിൻമെൻറ്റുകൾ എടുത്തിട്ടിട്ടുണ്ട്. ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേക്കണത് കേട്ടോ. എനിക്കറിയായിരുന്നു ഞാൻ ഒരു 12 മണി കഴിയുമ്പോഴേ എത്തത്തുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആ രീതിക്ക് തന്നെയാണ് ഈ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും കൊടുത്തത്. പക്ഷേ എങ്ങും വെയിറ്റ് ചെയ്യാനോ എങ്ങും പോകാനോ ഒന്നും ടൈമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും പൊന്നും കൂടെ ഇറങ്ങി. ഒരുപാട് നാൾക്ക് ശേഷമാണ് പൊന്നുവിൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്നുവിൻ്റെ വീട്ടിലാണ്. അപ്പം നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പകുതി എത്തിയപ്പോഴത്തേക്കും ഒരിടത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്കൊരു 10 മിനിറ്റെങ്കിലും ഉറങ്ങിയാലേ ഈ പറയുമ്പോൾ അടുത്ത വർക്ക് എടുക്കാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഈ കാറ്റൊക്കെ അടിച്ച സമയത്ത്. പിന്നെ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വന്നു, കാരണം ഞാൻ കയറിയ ബസ് നല്ല രീതിയിൽ അടച്ചു പൂട്ടി ഇരിക്കുന്ന ബസ്സാണ്. അപ്പോൾ എനിക്ക് ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റ് ഒന്നെങ്കിൽ കിട്ടണം, നല്ല രീതിയിൽ കാറ്റ് നമുക്ക് അടിച്ച് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ അടച്ചുപൂട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് AC അങ്ങനെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഉച്ചക്കലത്തേക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. 200 രൂപയുടെ ബിരിയാണിക്ക് 700 രൂപ പൊട്ടി, കാരണം എനിക്ക് മാത്രമേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അവൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ പെറ്റി വീണു കേട്ടോ. അപ്പോഴേ എനിക്ക് മെസ്സേജ് വന്നു, പോലീസിൻ്റെ വണ്ടി ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.